ഡൽഹൌസിയിലെ ഗാന്ധി ചൗക്കിലാണ് ഇപ്പോൾ നമ്മൾ. ഗാന്ധി ചൗക്കിൽ കാണാനായിട്ടൊരു സെൻറ്റ് ജോൺസ് ചർച്ച് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ടിബറ്റൻ മാർക്കറ്റ്, മാൾ റോഡ്, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗാന്ധി ചൗക്കിലെ ചില കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടുത്തെ ഹോട്ടൽ ഡൽഹൌസിയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. റെസ്റ്റോറൻ്റ് എല്ലാം അടച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. കൊറോണയുടെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് കുറേ ഷോപ്സ് എല്ലാം അടച്ചിരിക്കുകയായിരുന്നു. വളരെ തിരക്ക് കുറവായിരുന്നു. ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇവിടെ ഗാന്ധി ചൗക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതാണ് സെൻറ്റ് ജോൺസ് ചർച്ച്. ഡൽഹൌസിയിലെ സെൻറ്റ് ജോൺസ് ചർച്ച് 1863 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. വളരെ പഴയൊരു ചർച്ചാണ്. ഗാന്ധി ചൗക്കിലുള്ള സെൻറ്റ് ജോൺസ് ചർച്ചിന് മുന്നിലാണ് ഇപ്പോൾ. ഇതാണ് സെൻറ്റ് ജോൺസ് ചർച്ച്. ചർച്ചിന് ചുറ്റും വലിയ പൈൻ മരങ്ങളൊക്കെ കാണാം. വളരെ പഴയ ചർച്ചാണ്. 1863 ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, എന്നാ വാ. അപ്പോൾ ചർച്ചിൻ്റെ മുന്നിൽ ഒരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾ സെൽഫി ഒക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. ഇതാണ് ചർച്ച്. ഇനി ഇവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്ത് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഞങ്ങളവിടെ ചർച്ചിനടുത്തായി നോക്കുക. അപ്പോൾ എല്ലാവരും റെഡിയാണ്. അപ്പോൾ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോഷൂട്ടിലാണ്. വിത്ത് ഈ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചക്ര വാവ എവരിബഡി റെഡി. സോ ലെറ്റ്സ് ടേക്ക് എ സെൽഫി. റെഡി? 1, 2, 3. गरम गरम गुलाब जामुन अनिल भाई का शॉप है, अमरनाथ एंड सच डलहौसी का बहुत अच्छा शॉप है. നല്ല ഹോട്ട് വർക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ആർട്ട് വർക്ക് ചെയ്ത് ഇത് ബിസിനസ്സിനൊക്കെ വേണ്ടി ഉണ്ടാക്കി ചെയ്യുന്ന ഏരിയയാണ്. കഫേ ഡൽഹൗസി.
അച്ഛനെ കോട്ടിലിരിക്കുകയാണ്. അച്ഛൻ തണുത്തു പോയി. അപ്പോൾ അച്ഛനെ കോട്ടിടിച്ചു. നമ്മളിവിടെ വന്നതിനറിയാം ഈ അടിപൊളി സ്നോ പോയിന്റാണ്. നമ്മളൊരു അടിപൊളി സ്നോ പോയിന്റ് കാണാൻ നല്ല സ്നോ ഉള്ള വാട്ടർ സപ്ലൈ, മേജർ വാട്ടർ സപ്ലൈ ഉണ്ട് ഈ ഹിൽസിൽ നിന്ന് വരുന്ന സ്പ്രിംഗ് വാട്ടർ. അതിങ്ങനെ പൈപ്പ് ഇട്ടെടുത്ത് യൂസ് ഇറ്റ് ഫോർ ഓൾ ഡേ വാട്ടർ യൂസസ്. നമുക്കുള്ള പൈപ്പ് വാട്ടർ സപ്ലൈക്ക് വരെ ഇവർക്ക് വെള്ളം കിട്ടുന്നത്. നല്ല സൂപ്പർ വെള്ളം കേട്ടോ. നല്ല തണുത്ത നല്ല ടേസ്റ്റി വെള്ളമാണ് ഈ വരുന്നത്. നല്ല ശുദ്ധ ജലമാണ് ഈ വരുന്നത്. ആർക്ക് ഇതൊക്കെ എല്ലാം പറ്റില്ലേ? ഈ വെള്ളത്തിൽ കഴുകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഗ്ലൗസ് ഒക്കെ ഊരണം. അതുകൊണ്ടാണ് അതിനൊക്കെ കഴുകാൻ നോക്കുന്നത്. വാവയ്ക്ക് ഇപ്പം സ്വന്തം കൂട്ടിൽ വാവയ്ക്ക് അതിന് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ലോഗ്സ് വെച്ചിട്ട് അടുക്കി അടുക്കിയാണ് അത്. വാവ is attempting a snow walking. ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഇഡ എടുക്കാൻ പറ്റുമോ നോക്കാം. ഫ്രഷ് സ്നോ ആണോ ഇത്? ഫ്രഷ് സ്നോ ആണോ? ഇത് ഫ്രഷ് സ്നോ. ഇതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ നടക്കാൻ പറ്റും. സ്നോ ബോൾ അമ്മയുടെ എന്താണ് കാണാൻ പറ്റുന്നത്? തിരിഞ്ഞൊന്ന് ഫോട്ടോ എടുക്കാം. നിങ്ങൾ കാണുന്നു
ഇത് ഞങ്ങളുടെ ബാൽക്കണിയിലെ വ്യൂ ആണ്. ഇന്നലെ ഞാൻ ഇത് sunlight, it's sunny and cloudy at the same time. It's just 11 degrees here today. It's so beautiful. I have only one word to describe this. So beautiful. നമ്മൾ കാണുന്നുണ്ടല്ലോ. പഹാഡിൻ്റെ ഒരു പ്രത്യേകതയല്ലേ ഇത്. പഹാഡി ഏരിയാസിലുള്ള ഒരു എന്ത് ഭംഗിയല്ലേ ഈ ടെറസായിട്ട് ഇങ്ങനെ ഒരു അവിടെ തട്ടായിട്ടുള്ള ലാൻഡും അവിടെ എല്ലാ ലെവൽസും ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ബിൽഡിങ്സും. സൂം ചെയ്തതേ ഹിമാലയാസ്. ഞാൻ നല്ല സൂം ചെയ്ത് എടുത്തേക്കുന്നത്. ഞാൻ ഫുൾ സൂം ചെയ്തുകൊണ്ടോ വെച്ചേക്കുന്നത്. ആ ഇപ്പം നമ്മൾ ഇറ്റ്സ് ലൈക്ക് ദൂരെയായിട്ടോ ഇത് സൂം ചെയ്തെടുക്കുന്നത്. ദൂരെ കാണുന്ന ഒരു മഞ്ഞുമലകളെയാണ് നമ്മൾ സൂം ചെയ്തെടുത്തിരിക്കുന്നത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് പ്രിറ്റി. നമ്മുടെ നാടിൻ്റെ ഇന്ത്യയിൽ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും ഉണ്ടല്ലോ ഓരോന്നും ഒരു പ്രത്യേകതരം ഭംഗിയാണ്. സച്ച് എ ബ്യൂട്ടിഫുൾ ലാൻഡ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ടെറസ് ഫാമിംഗ് ചെയ്യുന്ന കണ്ടോ. അതൊക്കെ വീടുകളാട്ടോ, ഇവിടുത്തെ വീടുകളാണ്. ശരിക്കും ഇങ്ങനെ ഷാക്സ് മാതിരി ഇരിക്കുന്നത്, പക്ഷെ വളരെ കളർഫുള്ളായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് അതിൻ്റെ ക്യൂട്ട് ലുക്കിംഗ് വീടുകളാണ്. ലോഗ് ക്യാബിൻസ് മാതിരിത്തെ ചെറിയ ചെറിയ ക്യാബിൻസ് വന്നിട്ടുള്ളത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്ത ആൾക്കാരും നല്ല രസമുണ്ടായിരുന്നു. ഇഫ് യു ഹാവ് ടീ ഫ്രം ദർ ഷോപ്സ് ആൻഡ് ചായ കുടിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് ടീ ഹിയർ. ഈ തണുപ്പത്ത് നിന്ന് ആ മസാല ടീ കുടിക്കുന്നതിൻ്റെ ഒരു ഇതിങ്ങനെ കാണിച്ചിട്ടും എനിക്ക് മതിയാവുന്നില്ലല്ലോ. ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ എന്താ ഇപ്പം നല്ല കണ്ടോ ഷോയിങ്ങത് പീക്ക്. അവിടെ നിന്ന് മഞ്ഞ് വീണ് വരുന്നുണ്ടോ? മഞ്ഞ് വീണ് നിറച്ച് മഞ്ഞ് വീണ് കിടക്കുന്ന മലനിരകളാണ്. ബ്ലൂ സ്കൈ, ഗ്രീനറി, ഇതൊരു ഐഡിയൽ ടൈം ആട്ടോ ഹിമാചൽ വരാനായിട്ട്. എനിക്ക് തോന്നുന്നു മാർച്ചിൽ വന്നാൽ നമുക്ക് തണുപ്പ് ആസ്വദിക്കാം. എന്നാൽ വി ആർ നോട്ട് ഫ്രീസിങ് ഓൾസോ. നല്ല വ്യൂ ആണ്. നല്ല ലൊക്കേഷനിലാണ് അത് ഇരിക്കുന്നത്. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് മാത്രമുള്ള വ്യൂസാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവിടെ. അവർക്ക് നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നല്ലൊരു ജിമ്മുണ്ട്. സ്പാ ഇപ്പോൾ ക്ലോസ്ഡാണ്, പക്ഷേ ജിമ്മുണ്ട്, ഒരു ലൗഞ്ച് കം ബാറുണ്ട്. എല്ലാം നല്ല അടിപൊളി അറേഞ്ച്മെൻറ്റ്സ്. 2, 1, 0